വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റോസ് കോംബോ ഓഫറുമായിട്ടാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണിക്കുന്ന വെറൈറ്റി. സിംഗിൾ പെറ്റലായിട്ടുള്ള ഇതാണ് മിനിയേച്ചർ ഓർക്കിഡ് റോസ് എന്നറിയപ്പെടുന്ന റോസാണ് കേട്ടോ. ബട്ടർഫ്ലൈ റോസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിനിയേച്ചർ ഓർക്കിഡ് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ സെൻട്രൽ പോർഷനിലൊരു വൈറ്റും സൈഡിലൊക്കെ ആയിട്ടൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി വെറൈറ്റി ആണ്. എൻ്റെ ഫോണിന് എന്തോ പറ്റിയിട്ട് ചെറിയൊരു കളറിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് വല്ലാത്തൊരു പിങ്ക് ഷെയ്ഡും വൈറ്റും ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അടിപൊളി വെറൈറ്റിയാണ്. നല്ലപോലെ പൂക്കും. ഇത് ഫ്ലവറിങ് ആവുന്നത് കൊലയായിട്ട് പൂക്കും കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലവറിങ് മാത്രമേ ആയിട്ടുള്ളൂ. ഇഷ്ടംപോലെ മൊട്ടുകൾ നിൽക്കുന്നുണ്ടല്ലോ. 6 മൊട്ടുകളോളം ഇനി വിരിയാനുണ്ട്. 6-7 മൊട്ടുകളോളം ഇനിയും വിരിയാനുണ്ട്. അപ്പോൾ ഇത് അത്രയും ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് 6 പ്ലാന്റ്സ് ആണ് കേട്ടോ. 6 പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ പുതിയ ലോഡ് ഉടനെ എത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ആ വെറൈറ്റീസൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന വെറൈറ്റീസ് ആയിരിക്കും. നിങ്ങൾക്ക് മേടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വെറൈറ്റീസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നാൽ മാത്രമേ, സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ ലോഡ് എത്തുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അന്നേരം 2 ദിവസത്തിനുള്ളിലൊക്കെ തന്നെ നമ്മുടെ വെറൈറ്റീസ് എല്ലാം നമ്മുടെ സോൾഡ് ഔട്ട് ആവും. അതുകൊണ്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞത്. അടുത്തതായിട്ടൊരു യെല്ലോ റോസാണ്. നമ്മൾ കോംബോ കൂടുതലായിട്ട് ഇടുമ്പോഴും നമ്മളടുത്ത ആൾക്കാർ പറയുന്നത് യെല്ലോ റോസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ്. ഇത് മാംഗോ യെല്ലോ അല്ലാത്ത ഒരു ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഫോണിൻ്റെ ഒരു ക്ലാരിറ്റി മിസ്റ്റേക്ക് ആണോ ഇങ്ങനെ ഇരിക്കുന്നത്. ഡീപ്പായിട്ടുള്ളൊരു യെല്ലോ കളറാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇതാണ് കളറ്. മാംഗോ യെല്ലോ അല്ല കേട്ടോ. മാംഗോ യെല്ലോനേക്കാളും ഇതളുകളൊക്കെ കൂടുതലാണ്. നമ്മൾ ഇതിനകത്ത് കൂടുതൽ മാംഗോ യെല്ലോ എൻ്റെ കയ്യിൽ നിന്ന് സെയിലായി പോകുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് യെല്ലോ റോസായിട്ട് മാംഗോ യെല്ലോ സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കോംബോയിലൊക്കെ ഞാൻ കൂടുതൽ മാംഗോ യെല്ലോ ആണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്രാവശ്യം കഴിഞ്ഞ തവണയും ഞാൻ കോംബോസിലൊക്കെ മാംഗോ യെല്ലോ അല്ലാണ്ട് ഈ ഒരു പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോംബോ നമുക്ക് ഒത്തിരി പേർക്ക് തരാനുള്ള പ്ലാൻസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. 10 സെറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 10 പേർക്ക് മാത്രമേ നമുക്ക് ഈ ഒരു കോംബോ തരാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് വന്ന് ഓർഡർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും നമ്മൾ ഈ കോംബോ അയച്ചു തരുന്നത്. കോംബോ നമ്മുടെ പ്ലാൻസ് ലോഡ് എത്തിക്കഴിഞ്ഞ് ആ വീക്കിൽ തന്നെ മിക്കവാറും ബുധനാഴ്ചയോ ഒക്കെ ആവും നമ്മുടെ ലോഡ് എത്തുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന തിങ്കളാഴ്ചയായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളായിരിക്കും പ്ലാൻസ് എത്തുക. പിന്നെ ഇതാണ് ഒരു ഓറഞ്ച് റെഡ് ഷെയ്ഡിലുള്ള ഈ ഒരു റോസാണ്. അടിപൊളിയാണ്. നല്ലൊരു ഫ്ലവറിങ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഓറഞ്ചും റെഡും ഡീപ്പായിട്ടുള്ളൊരു ഓറഞ്ചും റെഡും മിക്സഡ് ആയിട്ട് വരുന്നൊരു കളറാണിത്. കോംബോയിൽ 3ാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു റോസാണ് കേട്ടോ. ഓറഞ്ച് റെഡ് മിക്സാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. അത്യാവശ്യം വലുപ്പമുള്ള പൂക്കളാണ്. നിറയെ ഫ്ലവറിങ് ആവുകയും ചെയ്യും. സിംഗിൾ പൂക്കളാണെന്നുണ്ടെങ്കിൽ പോലും വരുന്ന എല്ലാ ബ്രാഞ്ചിലും മൊട്ടുകൾ ഉണ്ടാവുന്നൊരു ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ അത്. ചെറിയൊരു മൈൽഡായിട്ടുള്ളൊരു ഫ്രാഗ്രൻസും ഈ ഒരു പ്ലാന്റിനുണ്ട്. നല്ലപോലെ ഗ്രോ ആവുന്നൊരു ടൈപ്പ് പ്ലാന്റാണ് കേട്ടോ. തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല, അത്യാവശ്യം വലിയ പ്ലാന്റ്സാണ് ഈ ഒരു കോംബോയിൽ വരുന്നത്. ഇത് ആണ് നമ്മുടെ കോംബോയിൽ 3ാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ് കേട്ടോ. ഡീപ്പായിട്ടുള്ളൊരു ഓറഞ്ച് റെഡ് ഷെയ്ഡിൽ വരുന്നത്. അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. നിങ്ങൾ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല. എന്തെങ്കിലും തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിനകത്താവുമ്പോൾ നമ്മൾ നൈറ്റ് ഒരു 11 മണി 12 മണിക്ക് മുമ്പായിട്ട് മാക്സിമം ഉള്ള ആൾക്കാർക്ക് റിപ്ലൈ തരും. കൂടുതൽ മെസ്സേജസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം സാധാരണ നമുക്കൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അത്രയും പേർക്കും റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമില്ല. നമ്മളിപ്പോൾ റിപ്ലൈ കൊടുക്കുന്നവർ തന്നെ വീണ്ടും മെസ്സേജ് ചാറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അടുത്തതായിട്ട് ഈ കപ്പ് കേക്ക് റോസാണ്. പിങ്ക് കളറിലെ കപ്പ് കേക്കാണ് കേട്ടോ. ഒരു മിനിയേച്ചർ ടൈപ്പാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. ഇതും നിറയെ ഇങ്ങനെ ഡച്ച് റോസെന്നും കപ്പ് കേക്കെന്നൊക്കെ അറിയപ്പെടുന്ന റോസാണ്. നിറയെ ഇങ്ങനെ ഫ്ലവറിങ് ആവും കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരു വല്ലാത്തൊരു കളറാണ് പിങ്ക്. വരുന്ന ബ്രാഞ്ചസിലെല്ലാം മൊട്ടുകളുണ്ടാവും. നിറയെ പൂക്കും. കുഞ്ഞു പൂക്കളാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഫ്ലവറിങ് ആയി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അടിപൊളിയാണ്. കപ്പ് കേക്ക് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഐഡി വരുന്നത്.
നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇത്. വല്ലാത്തൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു കപ്പ് കേക്ക് വെറൈറ്റി എന്ന് പറയുന്നത്. ഡച്ച് റോസും കപ്പ് കേക്കും എന്നൊക്കെ പണ്ട് സെയിൽ ചെയ്യുന്നൊരു വെറൈറ്റിയാണിത്. അപ്പോൾ നമ്മുടെ കോംബോയിൽ 4ാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത്. ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത്. മിനിയേച്ചർ ലീഫും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് പെറ്റൽസേ വരുന്നുള്ളൂ, പക്ഷെ ഭയങ്കര അട്രാക്റ്റീവാണ്. അടുത്തതായിട്ട് നമ്മുടെ പീസ് ആൻഡ് ലവ് അല്ല, ബേബി പാരഡൈസ് ആണ് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ബേബി പാരഡൈസ് ഇതിൽ തന്നെ ഒരു ഫ്ലവർ ആവുമ്പോൾ ഒരു പൂങ്കുലയിൽ എത്ര ടൈപ്പിലാണ് ഫ്ലവറിങ് ആയിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വിരിയുമ്പോൾ വൈറ്റിൻ്റെ ഷെയ്ഡ് കൂടുതലും പിങ്ക് തുമ്പിലും ആയിരിക്കും വരുന്നത്, അറ്റത്തും ആയിരിക്കും. നെക്സ്റ്റ് നോക്കുമ്പോൾ പിങ്ക് ഷെയ്ഡ് ഇച്ചിരി കൂടെ കയറി വരുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതിൽ. പിന്നീടാവുമ്പോൾ ഒരു ഷെയ്ഡ് കൂടുതലായിട്ട് ആ ഒരു മജന്ത റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് കയറി വരും. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ 2ഉം 3ഉം ടൈപ്പ് ഫ്ലവർ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഫ്ലവറിങ് എങ്ങനെയാണോ എന്നുള്ളത്. ബേബി പാരഡൈസ് എന്നാണ് പ്ലാന്റ്സ് ഇതിൻ്റെ ഐഡിയ വരുന്നത്. അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വിരിയുന്നത് മുതൽ കൊഴിയുന്നത് വരെയും ഇതിൻ്റെ കളറിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ഓരോ കളറായിരിക്കും. വിരിയുന്ന സമയത്ത് കൂടുതൽ ഭംഗിയാണ്. വൈറ്റും ഒരു റെഡിഷ് പിങ്ക് കളറും ആയിരിക്കും. റെഡിഷ് മജന്ത അങ്ങനെ പറയാം. വൈറ്റും കൂടെ ആയിരിക്കും. തൂവെള്ളയും സൈഡിലായിട്ട് ഒരു കളറും ആയിരിക്കും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു 3-4 ദിവസമൊക്കെ ഈ ഒരു ഫ്ലവർ നിൽക്കുമ്പോൾ അതിൻ്റെ കളറ് ചേഞ്ചായി ലാസ്റ്റ് ആ ഒരു പിങ്കല്ല, ആ ഒരു മജന്ത റെഡ് ഷെയ്ഡ് ആ പ്ലാന്റ് ഫുള്ളായിട്ട് മാറും. പിന്നെ പെറ്റലിൻ്റെ അടിവശത്ത് മാത്രമായിട്ടായിരിക്കും ആ വൈറ്റ് കാണുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് മാത്രമേ ആ ഒരു വൈറ്റ് ഷെയ്ഡ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കോംബോയിൽ അടുത്തതായിട്ട് നമ്മുടെ ബേബി പാരഡൈസ് ആണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ബട്ടർഫ്ലൈ റോസാണ്, മിനിയേച്ചറാണ്. നമുക്ക് റോസ് ആണോ എന്ന് പെട്ടെന്ന് തന്നെ റോസ് ആണോ എന്ന് പെട്ടെന്ന് നമ്മൾ തോന്നിപ്പോകും നമുക്ക്. ഇത് റോസ് ആണോ? കാരണം 5 പെറ്റലേ വരുന്നുള്ളൂ, സിംഗിൾ പെറ്റലാണ്, ഒരുപാട് പെറ്റൽസ് ഒന്നുമില്ല. സാധാരണ നമ്മുടെ ബാൾസം ചെടിയൊക്കെ നിൽക്കുന്നത് പോലെയാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റോസ് തന്നെ ആണോ എന്ന് തോന്നിപ്പോവും. അങ്ങനെ ഒരു വെറൈറ്റിയാണ്. സിംഗിൾ പെറ്റലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണോന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സാണ് കേട്ടോ ഈ ഒരു റോസ്. നമ്മുടെ ഒരു കോംബോ വരുന്നത് 500 രൂപയാണ് കേട്ടോ. 6 പ്ലാന്റ്സ് ആണ്, 500 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. നമ്മുടെ DTDCയിൽ നമ്മുടെ പ്ലാന്റ്സിന് വോളിയം വെയിറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ വെയിറ്റ് നമ്മൾ അത്യാവശ്യം മണ്ണ് വെച്ചിട്ട് അയക്കുന്നത് കൊണ്ട് തന്നെ നല്ല വെയിറ്റ് 1 കിലോ അടുപ്പിച്ച് 1 കിലോ 1.5 കിലോ അടുപ്പിച്ചായിരിക്കും നമ്മുടെ കോമ്പോസിനെല്ലാം റേറ്റ് വരുന്നത്. 10 റോസിൻ്റെ കോമ്പോക്ക് ചിലപ്പോൾ അയക്കുമ്പോൾ 2-2.5 കിലോ വരെ വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 10 റോസിൻ്റെ കോംബോയും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോംബോയിൽ ലാസ്റ്റായിട്ട് വന്നേക്കുന്നത് ഈ ഒരു റോസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കോംബോയുടെ റേറ്റ് 500 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. മൊത്തം 6 പ്ലാന്റ്സാണ് കോംബോയിലുള്ളത്. 6 പ്ലാന്റ്സിനും കൂടെയാണ് 500 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ്. DTDCയുടെ ചാർജാണ് പറയുന്നത്. ഇൻസൈഡ് കേരളത്തിനകത്തുള്ള പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ തമിഴ്നാട് കർണാടകയിലോട്ടൊക്കെ അയക്കുമ്പോൾ DTDCയുടെ ചാർജിൽ ഡിഫറൻറ്റ് വരും. അതുപോലെ നിങ്ങൾ സ്പീഡ് പോസ്റ്റ് ആണ് അയക്കുന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിൻ്റെ ചാർജിലും ഡിഫറൻറ്റ് വരും കേട്ടോ.